ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പോക്കർ നൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന സൈക്കോ മൂവീസുകളിൽ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ മൂവീസുകളിൽ ഒരു കൊലയാളി സാധാരണ ആളുകളായിരിക്കും കൂടുതലായിട്ട് കൊല്ലുന്നത്, തട്ടിക്കൊണ്ട് പോകുന്നതും അവരെ രക്ഷിക്കുന്നതായിരിക്കും കഥയായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ മൂവിയിൽ ഒരു പോലീസുകാരനെ തന്നെ ഒരു സൈക്കോ കില്ലർ വിടാതെ പിന്തുടരുന്നു, അവനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇങ്ങനെ ആ സൈക്കോ ചെയ്യാൻ കാരണം എന്താണ്? ഹീറോ ആയിട്ടുള്ള പോലീസുകാരൻ ഈ സൈക്കോയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു? അതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളും. ഇതാണ് പോക്കർ നൈറ്റ് എന്ന് പറഞ്ഞ ഈ മൂവി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ ഇതിലെ നോൺ ലീനിയർ ആയിട്ടാണ് ഇതിന് കഥ പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്കും പ്രസന്റിൽ നടക്കുന്ന കാര്യം കൂടി മിക്സ് ആയിട്ടായിരിക്കും കഥ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ജീറ്റർ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ട് ഒരു വീടിന് മുന്നിൽ കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ വെച്ചാണ് ജീറ്റർ തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നത്. ഒരു സാധാരണ പോലീസുകാരനാണ് ഞാൻ. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ജോലിക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അത് നിർബന്ധിച്ച് നിങ്ങളെ പറഞ്ഞു വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണെങ്കിലോ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ ഭാര്യ വേറൊരാളുമായിട്ട് കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ കാറും എടുത്ത് അവിടെ നിന്നും നല്ല വേഗതയിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവൻ അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ ജീറ്റർ ആ വീടിന് മുന്നിൽ കിടക്കുമ്പോൾ പോലീസുകാരെല്ലാം കൂടി വന്നിട്ട് അവനെ വളയുന്നുണ്ട്. അപ്പോൾ എന്താണ് ജീറ്ററിന് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ അത് കഴിഞ്ഞൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജീറ്ററിൻ്റെ സീനിയർ ആയിട്ടുള്ള അതും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ജോലിയെല്ലാം കഴിഞ്ഞ് വിരമിച്ച കാലബ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ അയാളോടൊപ്പം ജീറ്റർ രാത്രിയിൽ എവിടേക്ക് പോവാണ്. അങ്ങനെ അയാളോടൊപ്പം ഒരു സ്ഥലത്തേക്ക് വന്ന് വണ്ടി നിർത്തുമ്പോൾ സ്റ്റേഷനിൽ നിന്നും എന്തോ ഒരു അറിയിപ്പ് തരുന്നു. ഇതുകൂടി കേൾക്കുന്നത് ജീറ്റർ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്കാണോ റോഡിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി അവൻ്റെ വണ്ടിക്ക് മുന്നിലൂടെ ഓടിപ്പോകുന്നു. അതുപോലെ ആരും അവളെ ഉപദ്രവിക്കാൻ പോകുന്നത് പോലെയാണ്. അപ്പോൾ തന്നെ ജീറ്റർ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ പെണ്ണിൻ്റെ പിറകെ പോവും. കുറേ ദൂരം അടുത്തുള്ള കാടിനുള്ളിലൂടെ ജീറ്റർ ഒരു ടോർച്ച് എടുത്ത് ആ പെണ്ണിനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ജീറ്റർ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. ആ പെണ്ണ് പേടിച്ചവിടെ ഇരിക്കുന്ന അവളുടെ കഴുത്തിൽ എന്തോ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്നാണ് ജീറ്ററിന്റെ പിറകിലെ ആരോ ഒരാൾ വന്നിട്ട് അവനൊരു ഷോക്ക് കൊടുക്കുന്നു. ജീറ്റർ താഴെ വീഴുന്നതും ഇപ്പം അയാൾ ജീറ്ററിനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് പോകുന്നു. അതേപോലെ തന്നെ ആ പെണ്ണിന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് അവളെയും അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ജീറ്റർ കണ്ണു തുറക്കുമ്പോൾ ഒരു കസേരയിൽ രണ്ട് കൈയും കെട്ടിയിട്ട് അവൻ്റെ കണ്ണ് കെട്ടിയിട്ട അവസ്ഥയിലാണ് ജീറ്റർ ഇപ്പോൾ ഉള്ളത്. അതുപോലെ അവൻ്റെ മുന്നിലേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാൾ ആരാണെന്ന് ഇപ്പോഴും നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പം അയാൾ ജീറ്ററിന്റെ മുന്നിലേക്ക് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ച് ഇപ്പം അയാൾ ജീറ്ററിന്റെ മുന്നിലേക്ക് ഒരു TV കൊണ്ടുവയ്ക്കുന്നു. അത് ഓണാക്കി കാണിക്കുമ്പോൾ ജീറ്റർ എന്ന പോലീസുകാരനെ കാണാനില്ല. അതിന് 2 ദിവസമായിട്ട് ജീറ്ററിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കാർ മാത്രമേ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ന്യൂസിലൂടെ പറയുന്നുണ്ട്. അതുപോലെ കാലബ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനോടും അവസാനമായിട്ട് നിങ്ങളല്ലേ അയാളെ കണ്ടത്, പിന്നീട് എവിടെ പോയി എന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറി പോവും. അപ്പോൾ ഇതെല്ലാം കണ്ട ജീറ്റർ അവനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരാളോട് പറയും ഹേയ് നിനക്കറിയില്ലോ ഞാൻ ആരാണെന്ന്, ഒരു പോലീസുകാരനാണ്, എന്നെ അന്വേഷിച്ച് ഒരുപാട് പേര് ഇവിടേക്ക് വരും, അതിനു മുന്നേ നീ എന്നെ തുറന്നു വിടുന്നതായിരിക്കും നല്ലതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ ഒരിക്കലും അത് കേൾക്കുന്നില്ല. ഇപ്പോഴാണ് അയാൾ ജീറ്ററിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ജീറ്ററിനോട് പറയും നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും വരാൻ പോകുന്നില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എല്ലാവരും മറക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്നെ തന്നെ അവർ മറക്കും. പിന്നെ ഞാൻ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അവർ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീറ്ററിന്റെ കഴുത്തിലേക്ക് ഒരു ഡ്രഗ് ഇങ്ങനെ കുത്തിവെക്കുന്നതും ജീറ്ററിന്റെ ബോധം പോകുന്നുണ്ട്. അപ്പോഴാണ് ജീറ്ററിന്റെ ഉള്ളിൽ അവൻ പറയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കുന്നത്. 3 ദിവസമായി ഞാൻ ഈ മുറിക്കകത്ത് പെട്ടുപോയിട്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നേന്ന് പറഞ്ഞു തുടങ്ങാം. ആ പോക്കർ രാത്രി അവിടെ നിന്ന് തന്നെ എല്ലാം തുടങ്ങാന്ന് പറയുമ്പോൾ അടുത്തൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ കാലബ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ നമ്മുടെ ജീറ്ററിനെ കൂട്ടി അവരുടെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വരും. അതിനകത്തേക്ക് കയറുമ്പോഴാണ് കാലബിനോടൊപ്പം വേറെ ഒരുപാട് പോലീസുകാരും ഇതേപോലെ പോലീസിൽ നിന്ന് വിരമിച്ച ആളുകളുണ്ടല്ലോ അവൻ്റെ സീനിയർ ആയിട്ടുള്ള അവരെല്ലാവരും ചുറ്റിനും ഈ പോക്കർ ഗെയിം കളിക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് വന്നിട്ട് ആദ്യം ബിയറെല്ലാം കഴിക്കുന്ന സമയത്താണ് അതിൽ ചാൾസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. ഇപ്പം ഇവരെല്ലാവരും ജീറ്ററിന്റെ സീനിയർമാരായതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അവർ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കേസുകൾ, അവർക്ക് സംഭവിച്ച തെറ്റുകൾ, അവർ ജയിച്ച കേസുകൾ, ഇതിനെ പറ്റിയുള്ളൊരു കഥ മൊത്തത്തിൽ എല്ലാവരോടും ഇങ്ങനെ പറയും. അപ്പോഴാണ് ചാൾസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ തൻ്റെ പോലീസ് ലൈഫിലെ ഒരു കഥ പറയുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഒരു പ്രതിയെ ഫോളോ ചെയ്യുമായിരുന്നു. അവൻ എവിടെ പോയാലും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അവനിപ്പോൾ ബാറിലാണ് പോകുന്നതെങ്കിൽ അവിടെ, ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോവുകയാണെങ്കിൽ അവനോടൊപ്പം അവിടെ ഉണ്ടാവും.
അവന്റെ കുടുംബത്തോടൊപ്പം ആണെങ്കിലോ അവിടെയും ഞാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാലം ഈ കേസിന്റെ പുറകെ നടന്നിട്ട് അവസാനം ആ കേസ് വിരമിച്ചു. ആ കേസ് അവസാനിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചു പോകുന്ന സമയത്താണ് അവനെ ഒരു തവണ കൂടി കണ്ടത്. അതൊരു ബാറിന് വെളിയിൽ അവന്റെ കാർ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി ആ ബാറിനകത്തേക്ക് കയറി ചെന്നു. അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് ചെന്നിട്ട് ഒരു കുപ്പിയെടുത്ത് അവന്റെ തലയിലേക്ക് അടിച്ച് ആ പ്രതിയെ വലിച്ച് വെളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ബാറിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് അയാളെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴത്തേക്കാണ് കൂടെയുള്ള ബാക്കി പോലീസുകാരുണ്ടല്ലോ അവർ പറയുന്നത്, എന്ത് നീ അങ്ങനെ ചെയ്തെന്നോ? ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ചാൾസ് പറയും, അതെ അങ്ങനെയല്ല. അതിന് പകരം ഞാൻ ആ ബാറിനകത്തേക്ക് കയറി ചെന്നിട്ട് അവനോട് സംസാരിച്ചു. എന്നിട്ട് എനിക്ക് ഇന്ന് എന്തോ നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ മദ്യം വിളമ്പാൻ നിൽക്കുന്ന ആ ലേഡിയോട് ഒരു ഗ്ലാസ് മദ്യം തരാൻ പറയും. അതേപോലെ തന്നെ എന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആ മുട്ടയുണ്ടല്ലോ പ്രതി, അവനും കൊടുക്കാൻ പറയും. അങ്ങനെ അയാൾ ആ മദ്യം കുടിക്കുമ്പോഴത്തേക്കാണ് ചാൾസിനോട് അയാൾ ചോദിക്കുന്നത്, അല്ല എന്തു പറ്റി, എന്താ നിന്റെ സന്തോഷം, അത് എന്നോട് കൂടി പറയാൻ പറയുമ്പോൾ, ഞാനൊരു പോലീസുകാരനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കുറച്ച് ശരീരഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആ മൃതദേഹങ്ങൾ ഞാൻ കണ്ടെത്തി, അതും കാടിനുള്ളിൽ നിന്നും. അതുകൊണ്ട് എനിക്കിനി അവധിയെടുക്കാം, എന്റെ ഫ്രണ്ടിന് ഒരു ഷോട്ട് കൂടി കൊടുത്തോ എന്നും പറഞ്ഞിട്ട് ചാൾസ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. സത്യം പറഞ്ഞാലേ ഈ കൊലയാളിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചാൾസ് അങ്ങനെ ഒരു കള്ളം പറയുന്നത്. ഇത് കേൾക്കുന്ന ആ കൊലയാളി അയാൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവൻ നടന്ന് അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ചാൾസ് ഒളിച്ചു നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ആ കൊലയാളി അവിടെ നിന്നും വണ്ടി എടുത്ത് നേരെ പോകുന്നത് അവൻ കൊന്ന കുഴിച്ചുമൂടി ആളുകളുടെ ഇട്ടേക്കുന്ന ആ കാടിനുള്ളിലേക്കാണ്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ചാൾസിന് ആവശ്യം. അതുകൊണ്ടാണ് അവനോട് ഇതുപോലെ കുഴിച്ചിട്ടവരുടെ ശരീരം കണ്ടുപിടിച്ചു എന്നുള്ള കള്ളം പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഈ കൊലയാളി എന്തായാലും സംശയം കാരണം അവിടേക്ക് പോയി നോക്കുമല്ലോ. അങ്ങനെ ഞാനും അവനോടൊപ്പം തന്നെ അവന്റെ പിറകെ പോയിട്ട് അവൻ ശരീരം കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം അതിനകത്തേക്ക് അവൻ നടന്നു പോകുമ്പോൾ അവൻ അറിയാതെ തന്നെ അവിടെയുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് പോലീസിനെ കൊണ്ടുവന്ന് ആ ഭാഗം പരിശോധിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ കിട്ടി. അവനാണ് കൊലയാളിയിൽ നിന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യം ചാൾസ് ഇപ്പോൾ ഇവരോട് പറയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ പറയും, ശരി നമുക്ക് കാർഡ് കളിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മുടെ ജീറ്ററിനെയും കൂട്ടി അകത്തുള്ള മറ്റൊരു മുറിക്കകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ എല്ലാവരും അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു കാർഡ് കളിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. അപ്പോഴാണ് കാലബ് ജീറ്ററിനോട് പറയുന്നത്, ഞങ്ങളുടെ സർവീസിൽ ഞങ്ങൾ എല്ലാ കേസും നല്ലതുപോലെ തന്നെ അന്വേഷിച്ചിട്ടില്ല, അതിൽ പലതിലും ഞങ്ങൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നിന്നോട് ഞങ്ങൾ പറയാൻ പോവാണ്, അതെല്ലാം നീ കേൾക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നിനക്കിതൊരിക്കലും സംഭവിക്കാതെ നീ നോക്കുകയും വേണം എന്നെല്ലാം പറയുമ്പോൾ ജീറ്റർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവർ 4 പേരും അവരുടെ സർവീസ് പീരീഡിൽ അവർ കണ്ടുപിടിച്ച കേസുകളുടെ എണ്ണം ഇതെല്ലാം പറഞ്ഞിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം ജീറ്റർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ ഇതിലെ കാലബ് കഴിഞ്ഞ വർഷം എന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ജീറ്റർ ഇപ്പോൾ ഒരു കൊലയാളിയെ പിടിക്കാനായിട്ട് പോവാണ്. അവനാണെങ്കിൽ തോക്കുകൊണ്ട് ജീറ്ററിനെ ഷൂട്ട് ചെയ്യുന്നു. അതൊരു വലിയ തോക്ക്, ജീറ്ററിന്റെ കയ്യിലാണെങ്കിലോ ഒരു ചെറിയ തോക്ക് മാത്രമേ ഉള്ളൂ. ജീറ്റർ ഇപ്പോൾ അതും പിടിച്ചിങ്ങനെ ഓടുകയാണ്. ഓടി ഓടി വെടിവെക്കുന്നത് നിർത്തുന്നില്ല. ഒരവസരത്തിൽ നമ്മുടെ ജീറ്ററിനെ ബുള്ളറ്റ് കൊള്ളുമെന്ന് വിചാരിക്കുമ്പോൾ കാലബ് പുറകിലൂടെ വന്ന് ജീറ്ററിനെ പിടിച്ച് താഴെ കിട്ടിട്ട് കാലബ് തിരിച്ച് അയാളെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത അവസാനം നമ്മുടെ കാലബ് ആ ഒരാളെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നു. അതിലാണ് കാലബ് ജീറ്ററിന്റെ ജീവൻ രക്ഷിച്ചത്. ഈ സംഭവത്തിന് ശേഷം ജീറ്റർ കാലബിനോട് നന്ദി പറയാണ്ട് ചെല്ലുമ്പോൾ കാലബ് പറയും, എനിക്ക് നിന്റെ നന്ദിയൊന്നും വേണ്ട, ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു അവസരത്തിലേ എന്റെ ജീവൻ രക്ഷിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നീ രക്ഷിച്ചാൽ മതി, അതായിരിക്കും എനിക്ക് നീ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ആ ഗെയിം കളിക്കാനായിട്ട് ഇവർ തുടങ്ങാണ്. അപ്പോഴാണ് എല്ലാവരും പറയുന്നത്, ഹേ ജീറ്റർ, ഞങ്ങൾ പറയുന്ന കഥകൾ കേട്ട് ഞങ്ങളോടൊപ്പം ഗെയിം കളിക്കുക മാത്രമാണ് നീ ചെയ്യേണ്ടത്, അല്ലാതെ നിനക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ ഒരു അവസരവുമില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജീറ്റർ പറയും, ഒരുപക്ഷെ ഞാൻ ഈ ഗെയിമിൽ ജയിച്ചാലോ, എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 10 വർഷമായിട്ട് ഇത് കളിക്കുന്നു, പക്ഷെ ഇതിലാരും അങ്ങനെ നല്ലതുപോലെ ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കഥകളെല്ലാം കേട്ട് അതിൽ നിന്ന് നിനക്ക് നല്ല കാര്യം എന്താണോ എടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ നീ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങുന്നതും ഇപ്പോൾ ജീറ്ററിനെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയല്ലോ. അവൻ വേറെ ആരുമല്ല, ഒരു സൈക്കോ കില്ലറാണ്. അവൻ ഇപ്പോൾ ജീറ്ററിനെ കെട്ടിയിട്ടിട്ട് അവന്റെ ബോധം വരാൻ വേണ്ടി മുഖത്തേക്ക് 2-3 അടി. ജീറ്ററിന് ബോധം വന്ന് അവനെ നോക്കുമ്പോൾ അങ്ങനെ ജീറ്റർ കണ്ണു തുറക്കുന്നതും അവനോട് ആ സൈക്കോ ചോദിക്കും, ഓക്കെ നിനക്ക് എത്ര പ്രായമുണ്ട്, 25 അല്ലെങ്കിൽ 26 എന്നെല്ലാം സംസാരിക്കുമ്പോൾ ജീറ്റർ പറയും, അല്ല നീ എന്താ ഈ ചെയ്യുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നമുക്കൊരു ഡീൽ വെച്ചാലോ എന്ന് സംസാരിക്കുമ്പോൾ ആ സൈക്കോ ജീറ്ററിന്റെ വയറിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ടാണ് ആ സൈക്കോ കില്ലർ അവനെ പറ്റിയുള്ള കഥ ജീറ്ററിനോട് പറയുന്നത്. ഓക്കെ, ഞാൻ എല്ലാവരെ പോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളായിരുന്നു, എന്നും ജോലിക്ക് പോവും, ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ്. ഒരിക്കലും ഞാൻ നിന്നെ പോലെ തന്നെയായിരുന്നു, ഓഫീസിൽ എന്നിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു സാധാരണക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നു. പക്ഷെ അവിടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ ജോലി ചെയ്തു കഴിഞ്ഞാലേ ഒരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയത്തില്ല. വർക്കിന്റെ പ്രഷർ, ടെൻഷൻ, ഈ കാര്യങ്ങളെല്ലാം കാരണം
എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. ആ ജോലി ഉപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ എഴുതാൻ തുടങ്ങി. അവസാനം എനിക്കത് കിട്ടി. എന്നിട്ട് അവൻ അത് എഴുതിയിട്ട് തന്റെ ഫാമിലി ഫോട്ടോ എടുത്ത് കളഞ്ഞ് ആ പേപ്പർ അവിടെ ഒട്ടിച്ചു വയ്ക്കാണ്. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ആ വഴിയിൽ ആരെങ്കിലും എന്നെ തടയാൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരെയും കൊല്ലുക. ഇത് രണ്ടുമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് അവനൊരു സൈക്കോ ആയിട്ട് മാറാൻ തുടങ്ങിയത്. അതിനുവേണ്ടി ആ സൈക്കോ ആദ്യം തന്നെ ചെയ്തതെന്നറിയോ? തന്റെ ഫാമിലിയെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ അവരെല്ലാവരെയും കൊന്നതിന് ശേഷം അവൻ ഇതുപോലൊരു സൈക്കോ ആയിട്ട് മാറി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സൈക്കോ ജീറ്ററിന്റെ പുറകിലേക്ക് വന്ന് അവന്റെ കഴുത്തിലെ വീണ്ടും ആ ഒരു മരുന്ന് കുത്തിയിരിക്കുന്നു. ജീറ്റർ ഇപ്പോൾ പതിയെ ബോധം കെടാൻ തുടങ്ങുന്നതും അടുത്ത റൂമിൽ നിന്ന് ഒരു പെണ്ണ് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജീറ്റർ എമി എന്നുള്ളൊരു പേര് വിളിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സൈക്കോ അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അത് കാരണമാണ് അവളിങ്ങനെ ശബ്ദം ഉണ്ടായി കരയുന്നത്. പക്ഷെ ജീറ്റർ എത്ര പറഞ്ഞിട്ടും അവനത് കേൾക്കുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ കാലബ് ജീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല എമിയായിട്ട് നിനക്ക് എങ്ങനെയാ ബന്ധം? നീ അവളെ എപ്പോഴാ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ എമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ദിവസം പോലീസിനൊരു കോൾ വന്നു. അങ്ങനെ നമ്മുടെ ജീറ്ററാണ് അത് അന്വേഷിക്കാനായിട്ട് പോയത്. അവിടെ വെച്ചാണ് അവൻ എമിയെ ആദ്യമായിട്ട് കാണുന്നത്. തന്റെ ജനാല വഴി ഈ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കിയ ഒരുത്തനെ അടിച്ച് താഴെയിട്ട് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എമി ജീറ്ററിനെ വിളിച്ചത്. ജീറ്ററിനെ ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമായിട്ട് നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ സ്റ്റേഷനിലിരിക്കുമ്പോൾ അവന്റെ നമ്പറിലേക്ക് എമി വിളിക്കുകയാണ്. ഇതുപോലെ ഇന്ന് രാത്രി എന്നെ ഒരു റൈഡ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജീറ്റർ പറയും, ഹേയ് ഒരിക്കലും ഇവിടേക്ക് വിളിക്കരുത്, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, നീ വരുമോ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ജീറ്റർ പറയും, അതേ വരാന്ന് പറഞ്ഞ് അവൻ അന്ന് രാത്രി തന്നെ അവളെ കാണാൻ വേണ്ടി അവളുടെ വീടിന് വെളിയിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ആ മതിലെല്ലാം ചാടി അവളുടെ വീട്ടിലുള്ള ആരും കാണാതെ അവൾ നേരെ കാറിലേക്ക് കയറിയിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയാണ് എമിയും ജീറ്ററും പരിചയപ്പെട്ടതും പിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ആ ഒരു ബന്ധം കുറച്ചുകൂടി കൂടുതലായിട്ട് ഇവർ രണ്ടുപേരും നല്ലതുപോലെ തന്നെ അടുക്കാൻ തുടങ്ങി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാലബ് ജീറ്ററിനോട് പറയും, ഓക്കെ പിന്നെ നീ എപ്പോഴും അവളെ അവസാനമായിട്ട് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് എമിയെ കാണാനില്ല. അതും 2 ആഴ്ചയായിട്ട് അവളെ കാണാനില്ല. അവളെ അറിയാവുന്നത് നമ്മുടെ ജീറ്ററിന് മാത്രമാണ്. അതുകൊണ്ടാണ് ജീറ്ററിനോട് ചോദിക്കുമ്പോൾ ജീറ്റർ പറയും, അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ കാലബ് പറയും, നീ കാരണം ഈ സ്റ്റേഷന് ഒരു പേരുദോഷം ഉണ്ടാവാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് അവളെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാലബ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജീറ്റർ അവനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കസേരയിൽ തന്നെ ഇരിക്കാണ്, അനങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ അലറി വിളിക്കുന്നതും അകത്ത് നിന്ന് എമി ഉണ്ടല്ലോ, ആ സൈക്കോ ആദ്യം പിടിച്ചിട്ട് വന്നിട്ടുള്ളത് എമിയാണ്. അപ്പൊ എമി ഈ ശബ്ദം കേട്ട്, ഹേയ് ജീറ്റർ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇവിടെ ഉണ്ട്. എമി നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, പക്ഷെ ഇവിടെ നിന്നും എനിക്ക് എവിടേക്കും പോകാൻ കഴിയത്തില്ല, കാരണം എന്നെ ചങ്ങലയിൽ ഇട്ടേക്കാണ്. നീ ഒരു പോലീസുകാരനല്ലേ, ആരെങ്കിലും സഹായത്തിനായിട്ട് ഇവിടെ വിളിക്കാൻ പറയുമ്പോൾ ജീറ്ററിനെ കൊണ്ട് എന്തായാലും ഇത് കഴിയത്തില്ല. അപ്പോൾ ജീറ്റർ ചോദിക്കും, അല്ല നീ എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ എമിയെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു സൈക്കോ ഒരു കള്ളം പറഞ്ഞത്. ഇതുപോലെ ജീറ്ററിന് വയ്യ, ആക്സിഡന്റ് സംഭവിച്ച് കിടക്കാണ്, നീ അവിടേക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ഹേമി ആദ്യം അവനെ സംശയിക്കും. അപ്പോൾ ആ സൈക്കോ ഒരു തുണിയെടുത്ത് അതിൽ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് ഇത് കാലബിന്റെ രക്തമാണ്, വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഏമി അത് വിശ്വസിച്ച് അവനോടൊപ്പം കാറിൽ കയറി പോവും. അങ്ങനെയാണ് സൈക്കോ എമിയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുമല്ല ആ സൈക്കോ ഇവളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും അവൻ അവളെ വെറുതെ വിടുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം എമി അവനോട് പറയാണ്. അപ്പോൾ ജീറ്റർ ചോദിക്കും, ഹേമി നിനക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, കാരണം ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി, പക്ഷെ എന്നെ കൊണ്ട് അത് കഴിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് എമി പറയുന്നത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുമ്പോൾ ജീറ്റർ ചോദിക്കും, എന്ത്? അതെ, അവൻ പുറത്തേക്ക് കാർ എടുത്തുകൊണ്ട് പോകുന്ന ആ കാര്യം എനിക്ക് കേൾക്കാൻ കഴിയും, അവൻ തിരിച്ചു വരുന്ന സമയവും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമുക്ക് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ അതിൽ ചാൾസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ കുറെ നേരം അയാൾ ആ ഒരാളോട് സംസാരിച്ച് ഈ പോലീസുകാർ ഇപ്പോൾ ചാൾസിനോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, അത് ഞാൻ തന്നെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഇവരുടെ സംസാരം തുടങ്ങുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ടെസ്സസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ട്. അയാളുടെ ഒരു സ്റ്റോറി പറയുന്നത്. ഇപ്പൊ ഇവിടെ നിന്നും മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ ഓരോരുത്തരും അവരുടെ സ്റ്റോറി പറയുമ്പോൾ അതിനുള്ളിൽ ഹീറോ ഉള്ളതുപോലെ അവൻ ചിന്തിക്കും. അതുപോലെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഹീറോയും അവരോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് പോലെ. കാരണം അവനോടാണ് ഈ കഥയെല്ലാം അവർ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ടെസ് ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് ഒരുപാട് പോലീസുകാരുണ്ട്. അവർ പറയും, സാർ ആ മുറിയിലാണ് പെൺകുട്ടിയുടെ ശരീരം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ ശരീരം ഇവർ പരിശോധിക്കുമ്പോൾ അവളുടെ ശരീരഭാഗത്ത് നിന്നും ഈ സ്പേം ഉണ്ടല്ലോ അത് കണ്ടു കിട്ടുന്നുണ്ട്. അതുമല്ല ആ ഒരു റൂമിന്റെ പല ഭാഗങ്ങളിലും അതിവർ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവർ പറയും, എന്തായാലും ഇത് DNA ടെസ്റ്റിന് അയച്ചിട്ട് ഇത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് അറിയാവുന്ന അവളുടെ പരിചയക്കാര്, ബന്ധുക്കള്, സുഹൃത്തുക്കള് ഇവരുടെ എല്ലാവരുടെയും DNA അവർ പരിശോധിക്കുന്നുണ്ട്.
പക്ഷെ ആരുമായിട്ടത് മാച്ച് ആവുന്നില്ല. അങ്ങനെ വർഷങ്ങളോളം ആ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിൽ നിരന്തരം അപ്ഡേറ്റിനായിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാനും ആ കേസ് നിർത്തിയില്ല. അങ്ങനെ ഒരു 8 വർഷത്തിന് ശേഷം ഒരു പഴയ സാധനം എടുക്കാൻ വേണ്ടി ഏതൊരു വീട്ടിലെ ഒരാൾ കയറി ചെന്നപ്പോൾ അതിന്റെ മേൽക്കൂരയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ താഴേക്ക് വീണു. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് അത് പാൻറ്റീസ് ആണ്, അതും ഒരുപാട് പെൺകുട്ടികളുടെ. അങ്ങനെ അതെടുത്ത് ഇവർ പരിശോധിക്കാൻ തുടങ്ങി. അതിലെല്ലാം ഈ സ്പേം ഉണ്ടല്ലോ അതിന്റെ അംശം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അവർ DNA പരിശോധന നടത്തുമ്പോഴത്തേക്കാണ് നേരത്തെ കൊന്ന ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ അതേ സ്പേമിന്റെ DNA തന്നെയാണ് ഇതിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു കൊലയാളിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ താമസിച്ചിരുന്നവനാണ് യഥാർത്ഥ കൊലയാളി എന്നിവർക്ക് മനസ്സിലായി. അങ്ങനെ ആ വീട്ടിൽ ഇതിനു മുന്നേ താമസിച്ചത് ആരൊക്കെയാണെന്ന് ഇവർ അന്വേഷിച്ച് പോകുമ്പോഴാണ് അവസാനം എത്തുന്നത് ഒരു നടനിലേക്കാണ്. ആ നടൻ ഇപ്പോൾ ഒരു സിനിമ ബിസിനസ് നടത്താണ്. ഈ കാസറ്റും CD-കളൊക്കെ വിൽക്കുമല്ലോ, അതുപോലുള്ള ഷോപ്പ്. അങ്ങനെ അവനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ടെസ് നേരെ ആ ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഈ CD ഓരോന്നായിട്ട് എടുക്കുകയാണ്. അവനാണെങ്കിലോ ടെസ്സിനെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ടെസ് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവർ ഹീറോയോട് ഓരോ കഥ പറയുമ്പോഴും ഹീറോ അവരുടെ സ്ഥാനത്ത് നിന്ന് ആ ഒരു കേസ് എങ്ങനെയാണ് തെളിയിക്കുന്നത് അതുപോലെ ആയിരിക്കും അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കാണിച്ചു തരുന്നത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ കൊലയാളിക്ക് ഈ കാര്യം മനസ്സിലായിട്ട് പെട്ടെന്നൊരു CD എടുത്ത് ഇവന്റെ ദേഹത്തേക്ക് എറിഞ്ഞ് അവൻ ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു. അങ്ങനെ അവന്റെ പിറകെ ടെസ് ഓടാൻ തുടങ്ങാണ്. കുറേ ദൂരം ഓടുന്നു. നല്ല ചേസിങ്ങാണ് പിന്നീട് നടക്കുന്നത്. അങ്ങനെ ഓടി ഓടി അവസാനം അവൻ ഒരു വലിയ ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറും. ടെസ്സോ അവന്റെ പിറകെ തന്നെ പോവും. അങ്ങനെ ആ ബിൽഡിങ്ങിനുള്ളിലൂടെ കയറിയിട്ട് അവനിപ്പോൾ മറ്റൊരു മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നതും ടെസ് തന്റെ കയ്യിലുള്ള ആ തോക്കുണ്ടല്ലോ അതും എടുത്ത് ആ മുറിക്കകത്തേക്ക് നടന്നു കയറും. എന്നിട്ട് അവനെ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് എന്തോ ഒരു കാര്യം എടുത്ത് ടെസ്സിന്റെ വയറിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു വഴി ഓടും. അപ്പോൾ ടെസ് വീണ്ടും അവന്റെ പിറകെ തന്നെ പോവും. അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയ ആ കൊലയാളി ഓടി വെളിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് കാറുകൾ കിടപ്പുണ്ട്. അങ്ങനെ ടെസ്സും പുറകിൽ വന്ന് നോക്കുമ്പോൾ ആ കൊലയാളി ഇപ്പോൾ ഒരു കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. ടെസ് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ടെസ്സിനെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ടെസ്സിനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് അവൻ കാർ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ആ കാറിന്റെ ഡോർ ഉണ്ടല്ലോ അത് ഒരിടത്ത് ലോക്കായി പോയി. അതുപോലെ കാർ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഡ്രൈവർ സീറ്റിൽ നിന്നും ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയാത്തത് കൊണ്ട് അവൻ ഇപ്പുറത്തെ വശത്തേക്ക് വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ടെസ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അവന് കിട്ടിയ അവസാന അവസരമാണിത്. അതുകൊണ്ട് ഒരിക്കലും ആ കൊലയാളിയെ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞ് എങ്ങനെയോ ഇഴഞ്ഞ് മുന്നിലേക്ക് വന്ന ആ തോക്കെടുത്ത് ആ കൊലയാളി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവന് ഷൂട്ട് ചെയ്തവൻ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവൻ ആ കേസ് തെളിയിച്ചത് എന്ന് നമ്മുടെ ജീറ്ററിനോട് പറയുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാവരും ഓക്കെ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മാക്സ്വെല്ലിന്റെ സ്റ്റോറിയാണ്. മാക്സ്വെൽ നീ പറയാൻ പറയുമ്പോൾ മാക്സ്വെൽ പെട്ടെന്ന് ഹേയ് ഇപ്പൊ പറയണോ? അതെ എന്തായാലും നീ പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് വീണ്ടും പ്രസന്റില്ലേ നമ്മുടെ ജീറ്ററിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ചെയറിലിരുന്നിട്ട് തന്റെ കയ്യിൽ ആ ഒരു കെട്ടുണ്ടല്ലോ അത് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഇപ്പോൾ അവ എത്ര ശ്രമിച്ചിട്ടും അവനോട് കഴിയുന്നില്ല. അപ്പോഴാണ് ഇപ്പൊ അവസാനം കേട്ട ആ ഒരു കഥയിലെ ഒരു കാര്യം അവൻ ആലോചിക്കുന്നത്. അവന് കിട്ടിയ ഒരേ ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടിയ ഒരേ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചില്ല എന്ന് പറയുന്നു. ഈ കാര്യം നമ്മുടെ ജീറ്റർ ആലോചിച്ചിട്ട് അവനും കിട്ടിയ ഒരു അവസരമാണ്, അതുകൊണ്ട് തന്നെ ഇത് പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ചെയർ നല്ലതുപോലെ കുലുക്കാൻ തുടങ്ങും. അങ്ങനെ കുലുക്കുമ്പോഴത്തേക്കാണ് ആ ചെയർ താഴെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ചെയർ ഇപ്പൊ അനങ്ങുന്നുണ്ട്. അങ്ങനെ അനങ്ങി അവസാനം ചെയർ താഴേക്കൊന്ന് വീഴുന്നതും അത് തടിയിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് അവന്റെ കയ്യിലെ കെട്ടെല്ലാം അവൻ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 കയ്യിലെയും കെട്ടെല്ലാം അഴിച്ചിട്ട് അവന്റെ ഇടത്തെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു പേപ്പർ ഒട്ടിച്ചേക്കുന്നു. അവനത് വലിച്ചിളക്കുമ്പോഴാണ് അവന്റെ കയ്യില് എമി ഉണ്ടല്ലോ അവളുടെ മുഖം ടാറ്റു അടിച്ചു വെച്ചേക്കുന്നു. അത് ചെയ്തത് വേറെ ആരുമല്ല, ഒരു കൊലയാളി തന്നെയാണ്. അവൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്താണ് അവന്റെ കയ്യിൽ ആ ടാറ്റു അടിച്ചത്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജീറ്റർ ആ ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവനെ കൊണ്ട് അത് വലിച്ചു തുറക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവസാനം കാലുകൊണ്ട് വന്നിട്ട് ഒരു ഒറ്റ ചവിട്ട് ഡോറും ചവിട്ടി പൊളിച്ച് നേരെ വെളിയിലേക്ക് വരുമ്പോൾ ഇതൊരു ബേസ്മെന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതും ഒരു വീടിന് അടിയിലായിട്ടുള്ള ഭാഗം. അതുകൊണ്ട് തന്നെ ചെറിയ വഴികളാണത്. അപ്പോഴാണ് എമി കരയുന്ന ആ ഒരു ശബ്ദം. എമി ഇപ്പോൾ ജീറ്ററിനെ വിളിക്കും. അങ്ങനെ ആ ശബ്ദം ഫോളോ ചെയ്തിട്ട് അവന് പോവാണ്. എമി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എമി പറയും ഞാനിപ്പോ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക, നീ എന്റെ ശബ്ദം ഫോളോ ചെയ്ത് വരാൻ പറയുന്നത്. ജീറ്റർ അതുപോലെ തന്നെ അവളുടെ ശബ്ദം ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ പോയി അവസാനം എമിയെ കെട്ടിട്ടിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് അവ എത്തും. ഓടി വന്നിട്ട് എമിയെ കെട്ടിപ്പിടിച്ച് ഹേയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് നിന്റെ ചങ്ങലകൾ അഴിക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇല്ല. ഞാൻ മുകളിൽ പോയിട്ട് അത് കണ്ടുപിടിച്ചോണ്ട് വരാം. അതുമല്ല പോലീസിനെ വിളിച്ച് ഈ കാര്യം പറയാം. ഇല്ലാതെ നമുക്ക് 2 പേർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ അവള് പറയും ഇല്ല എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, നീ പെട്ടെന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പെട്ടെന്ന് വരും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ അവിടെ ഇരുത്തിയിട്ട് ജീറ്റർ വീണ്ടും തിരിച്ചു പോവാണ്. കാരണം ആ ഒരു ചങ്ങല പൊട്ടിക്കാനുള്ള ഉപകരണം നോക്കണം. അതേപോലെ തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ താഴെയെല്ലാം നോക്കി അവസാനം അവൻ ഈ വീടിന്റെ മുകളിലേക്ക് കയറും. അപ്പോൾ ഇതൊരു സാധാരണ വീട് തന്നെയാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെ കത്തിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കാണ്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല, കുറെ ബുക്കും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവനൊരു വയർ കണക്ഷൻ കാണുന്നത്.
അതിൽ പിടിച്ച് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവനൊരു ഫോൺ കാണുന്നു. അങ്ങനെ അതെടുത്തിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ഡയലും ചെയ്യും. കോളും പോകുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ആ സമയത്താണ് വെളിയിലെ ഈ സൈക്കോ വരുന്നത്. അവന്റെ കാറിന്റെ ശബ്ദം കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആ ഫോണും കൊണ്ട് ജീറ്റർ പതിയെ മറ്റൊരു മുറിക്കകത്തേക്ക് കയറി ഒളിച്ചു നിൽക്കും. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ സൈക്കോ ആ മാസ്കും വെച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നത്. പക്ഷെ സൈക്കോയ്ക്ക് സംശയം തോന്നില്ല. അവൻ കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അടുത്തൊരു മുറിയിലേക്ക് നടന്നു പോകും. അങ്ങനെ സൈക്കോ അവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പൊ അവൻ നിൽക്കുന്നിടത്ത് ഒരു റൂമുണ്ട്. അതിന്റെ ഡോർ തുറക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചുവന്ന വെട്ടം. അങ്ങനെ ജീറ്റർ പതിയെ ആ റൂമിനകത്തേക്ക് കയറി ചെല്ലും. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ ഒരു കൊലയാളി ജീറ്ററിനെ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുവരുമായിരുന്നു. കാരണം ജീറ്ററും എമിയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അതെല്ലാം ഈ സൈക്കോയുടെ കയ്യിലുണ്ട്. ഇവരെവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം വന്ന് ഇവരെ നല്ലതുപോലെ ഫോളോ ചെയ്തിട്ടാണ് ഇവരെ രണ്ടുപേരെയും അവൻ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവന് വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും ആ റൂമിൽ നിന്നും ജീറ്ററിന് ഒരു കത്തി കിട്ടും. അതും എടുത്തു വെച്ച് പതിയെ ഈ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഹോളിൽ TV ഇട്ടേക്കുന്നു. അതിന് മുന്നിലായിട്ട് സോഫയിൽ ആ കൊലയാളി ഇരിപ്പുണ്ട്. പതിയെ പുറകിലൂടെ ചെന്ന് ശബ്ദം ഉണ്ടാക്കാതെ പെട്ടെന്ന് ആ കൊലയാളിയുടെ കഴുത്ത് പിടിച്ചൊരു ഒറ്റ വെട്ട് നോക്കുമ്പോഴത്തേക്കും കഴുത്ത് മുറിഞ്ഞ് താഴെ വീഴും. പക്ഷെ അത് ആ കൊലയാളിയുടേതല്ല. എന്താന്ന് വെച്ചാൽ അവന്റെ പിറകെ തന്നെ ആ കൊലയാളി ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ പുറകിലൂടെ വന്ന് നമ്മുടെ ജീറ്ററിനെ ഷോ കൊടുക്കുന്നതും ജീറ്റർ താഴെ വന്ന് വീഴാണ്. അവനിപ്പോ അനങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുന്നത് നമ്മുടെ ജീറ്ററിനെ ആ കൊലയാളി വലിച്ച് ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നിടും. ഇപ്പൊ ജീറ്റർ ഉള്ളിൽ പറയുന്നുണ്ട്, എനിക്ക് ആകെ കിട്ടിയൊരു അവസരമായിരുന്നു ഇത്. ഇതും എനിക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ കിടക്കുന്ന ജീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് ജീറ്ററിന്റെ കാലിലും കയ്യിലും വയറിലെല്ലാം ആ സൈക്കോ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. കാരണം അവൻ ഇനി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കണം. അതുപോലെ ഒരുപാട് നേരം ഇടിക്കുന്നതും ജീറ്ററിന്റെ ബോധം പോയി. അങ്ങനെ വീണ്ടും ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ഇത്തവണ ഈ കൂട്ടത്തിലുള്ള ബെർണാഡ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ആ പോലീസുകാരന്റെ കഥയാണ് ഇപ്പൊ പറയുന്നത്. ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവിന്റെയും മരണം, അത് ഇരട്ട കൊലപാതകം, തെളിവുകളില്ല, ഒരൊറ്റ സാക്ഷി മാത്രം, അവരുടെ മകൻ. അവന്റെ പേര് ഷോൺ എന്നാണ്. അങ്ങനെ പോലീസുകാരൻ അവനെ ചോദ്യമെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവനെ പറഞ്ഞു വിടുമ്പോ, ഓക്കെ, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാനായിട്ട് വരുമ്പോ ബെർണാഡ് ജീറ്ററിനോട് പറയും. അങ്ങനെ ജീറ്റർ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേ ഷോൺ, നിന്നോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷോൺ പറയും, ഇല്ല, ഞാൻ ഡിറ്റക്റ്റീവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ, എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ ബെർണാഡ് അവനോട് പറയും, ഇല്ല, അവന്റെ കണ്ണിൽ നോക്കി സംസാരിക്കും. അപ്പൊ ജീറ്റർ, അതൊക്കെ എനിക്കറിയാം, പക്ഷേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് നമുക്കൊന്ന് വെളിയിലേക്ക് പോയാലോ, കുറച്ചു നേരം ഒന്ന് നടന്നിട്ട് വരാം. അപ്പൊ അവൻ പറയും, എന്തിനാ നടക്കാൻ പോകുന്നേ? അതൊക്കെ പറയാം, നീ എന്തായാലും വാന്ന് പറഞ്ഞിട്ട് ഷോണിനെ വിളിച്ച് അവൻ വെളിയിലേക്ക് വന്ന് അവന്റെ കാറിൽ ഷോണിനെ കയറ്റിയിട്ട് അവനെ കൊണ്ട് പോവാണ്. അതുപോലെ അവനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പക്ഷെ പോകുന്ന വഴിക്ക് അവന്റെ അച്ഛനും അമ്മയും മരിച്ചല്ലോ, അവന്റെ വീട്, അവിടേക്ക് അവനെ കൊണ്ടുവരും. അപ്പോൾ ഷോൺ ചോദിക്കും, അല്ല, ഇവിടേക്ക് എന്തിനാ കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ, ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് അവനെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ ബെർണാഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം. ആ ഒരു രീതിയിലാണ് അവനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ പയ്യനാണെങ്കിലോ ഓരോ മുറികളിലൂടെ നടന്ന് അവസാനം അവന്റെ അച്ഛനും അമ്മയും മരിച്ചു കിടന്ന ആ മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ജീറ്റർ അവനോട് ചോദിക്കുന്നത്, ഓക്കെ, എന്താ സംഭവിച്ചത്? നീ ഇവിടെ വന്ന് എന്താ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ റൂമിനകത്തേക്ക് വരുമ്പോൾ ഒരാള് അവര് രണ്ടുപേരും അടിച്ച് കൊല്ലുമായിരുന്നു, അതാണ് ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ ജീറ്റർ പറയും, ഓക്കെ, നീ നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത്രയും പാവമായിട്ടുള്ള അത്രയും നല്ലവരായിട്ടുള്ള അവരെ അടിച്ചു കൊല്ലുന്ന ആരായിരിക്കും എന്ന് പറയുമ്പോൾ അവന്റെ മുഖം മാറുന്നുണ്ട്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഓക്കെ, നിന്റെ മാതാപിതാക്കളെ പറ്റി എന്നോട് പറയാൻ പറയുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം. സത്യത്തിൽ അവരെ കൊന്നത്, സ്വന്തം മാതാപിതാക്കളെ കൊന്നത് ഷോൺ തന്നെയാണ്. കാരണം അവന്റെ അച്ഛനും അമ്മയും ഇവരെ ഉപദ്രവിക്കായിരുന്നു, അവനെയും അവന്റെ സഹോദരനെയും. അത് കാരണമാണ് ഷോൺ സഹിക്കാൻ കഴിയാതെ അവസാനം അവന്റെ അച്ഛനും അമ്മയും അടിച്ചു കൊന്നത്. അതും രാത്രിയിൽ അവർ ഉറങ്ങി കിടക്കുമ്പോൾ ഓടി വന്നിട്ട് അവരെ രണ്ടുപേരെ അടിച്ചടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോണിനെ കൊണ്ട് തന്നെ അവന്റെ മനസ്സ് മാറ്റിച്ച് ആ സത്യം കണ്ടുപിടിച്ചു. അതാണ് ബെർണാഡ് എന്ന് പറഞ്ഞ പോലീസുകാരൻ ചെയ്തത്. അപ്പോൾ ബെർണാഡ് പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നീട് നമ്മുടെ ജീറ്റർ ഓരോ കേസ് അന്വേഷിക്കാൻ പോകുമ്പോഴും അവൻ പല കേസുകളും ആ രീതിയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചു കഴിഞ്ഞ് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജീറ്ററിനെ ആ സൈക്കോ ഉണ്ടല്ലോ അവൻ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നു. ഇപ്പോഴാണ് ജീറ്റർ കണ്ണുറക്കുന്നത്. അവന് നല്ല വേദനയുണ്ട്. അവൻ ശബ്ദം ഉണ്ടാക്കി കരയുന്നതും എന്താന്ന് വെച്ചാൽ അവന്റെ മുഖവും എല്ലാം ഒട്ടിച്ചു വെച്ചേക്കാണ് ചുമരില്. കുറച്ച് കഴിയുമ്പോഴാണ് ആ സൈക്കോ അവിടേക്ക് വന്നിട്ട് ജീറ്ററിനോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവൻ പറയും, ദേ, ഈ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, ഈ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് നിന്നെ ഞാൻ ഒട്ടിച്ചു വെച്ചത്. നിന്നെ ഒട്ടിക്കാനായിട്ട് 10 വാങ്ങേണ്ടി വന്നു. അങ്ങനെ സൈക്കോ വന്നിട്ട് അവന്റെ മുഖം ആ ചുമരിൽ നിന്നും വലിച്ചു കിളക്കും. അപ്പോൾ മുഖത്തുള്ള ആ ഒരു തൊലിയെല്ലാം അങ്ങ് പോകുന്നുണ്ട്. നല്ല വേദനയുണ്ട്. എന്നിട്ട് ജീറ്ററിനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജീറ്റർ പറയും, നീ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നേ? അതിന് കാരണം പറയുമ്പോൾ അവനൊന്നും പറയത്തില്ല. അപ്പോഴാണ് എമി അപ്പുറത്തെ റൂമിൽ കിടന്ന് വിളിക്കുന്നത്. ജീറ്റർ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ അവളെ വിട്ടോ, നിനക്ക് എന്നെയല്ല ആവശ്യം, എന്നെ കിട്ടിയല്ലോ, അവളെ വെറുതെ വിടാൻ പറയുമ്പോൾ അവൻ പറയും, അതെ, ശരി തന്നെയാണ്, അവളെ എന്തായാലും വെറുതെ വിടാം. അതിനു മുന്നേ ഞാൻ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്, ആ കാരണം നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ സൈക്കോ പറയുന്ന ഒരു കാരണമുണ്ട്. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് അവന്റെ സാധാരണ ജീവിതം ഉപേക്ഷിച്ച് വ്യത്യസ്തമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയല്ലോ, അതൊരു സൈക്കോ ആയിട്ട്.
അങ്ങനെ സൈക്കോ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും അവന് പഠിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ടി വിയിൽ നോക്കി ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തു. ഈ കൊലപാതക കേസുകളും ന്യൂസുകളും ഇതെല്ലാം കാണുമ്പോൾ അതിലൂടെ ഓരോ സൈക്കോകളും എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ലുന്നത് എന്നുള്ള കാര്യമെല്ലാം അവൻ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇന്റർനെറ്റിലൂടെ അവനെ പോലെയുള്ള വേറെ സൈക്കോകളെയും അവൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അവന് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവനെ പഠിപ്പിക്കാനായിട്ട് ഒരാൾ വേണമായിരുന്നു, ഒരു മെന്റർ. അങ്ങനെ അവൻ ഒരാളെ കണ്ടുപിടിക്കും, ഒരു മുടിയനായിട്ടുള്ള ഒരു അപ്പൂപ്പൻ. അയാളും ഇവരെ പോലെ തന്നെ ഒരു സൈക്കോ ആയിരുന്നു. അങ്ങനെ ആ സൈക്കോ അപ്പൂപ്പനാണ് ഇവരെ എല്ലാവരെയും കൂട്ടി ഒരു പാർക്കിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കുട്ടികളെല്ലാം കാണിച്ചു കൊടുത്ത് അതിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവർ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആ അപ്പൂപ്പൻ ഈ സൈക്കോയ്ക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിച്ചു കൊടുക്കും, ആളുകളെ കൊല്ലുന്നതും വെട്ടിക്കീറുന്നതും ഇങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സൈക്കോ ഇപ്പൊ അവനോട് പറയും, ഓക്കെ ഇത്രയും തന്നെ ഞാൻ എന്നെ പറ്റി പറഞ്ഞു, ഇനി നിന്നെ പറ്റി പറയും. നീ ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് സ്വയം പറയുന്നു, പക്ഷെ ഒരിക്കലും നീ ഒരു ഡിറ്റക്റ്റീവ് അല്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ജീറ്ററിനെ അവൻ കളിയാക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരുന്ന അവസാനം അവന്റെ ദേഹത്തേക്ക് ആ ഒരു മരുന്ന് കുത്തിവെച്ച് ജീറ്ററിന്റെ ബോധം പോകുന്നതും അവിടെ നിന്ന് അവൻ നേരെ പോകുന്നത് എമിയുടെ റൂമിലേക്കാണ്. അവൾ ഇവനെ കാണുന്നതും പേടിച്ചൊരിടത്തേക്ക് മാറിയിരിക്കുമ്പോൾ സൈക്കോ അവിടേക്ക് വന്നിട്ട്, ഓക്കെ എനിക്ക് ജീറ്ററിനെ പിടിക്കാൻ വേണ്ടി, നിന്റെ കാമുകനെ പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നിന്റെ ആവശ്യം, ഇനിയിപ്പോ നിന്നെ ഇവിടെ വേണമെന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ തരാം, നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നീ ഇനി സ്വതന്ത്രയാണ്, രക്ഷപ്പെടാൻ പോവാണെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ സൈക്കോ ഒരു കീ എടുത്ത് അവളുടെ അടുത്തേക്ക് ഇട്ടു കൊടുക്കും. ആ കീ വേറെ ഒന്നല്ല, അവളുടെ കയ്യിലും കാലിലും കെട്ടിയിരിക്കുന്ന ആ ഒരു വിലങ്ങുണ്ടല്ലോ അതിന്റെ കീ ആണ്. അവള് സംശയിച്ച് ആ കീ പതിയെടുത്ത് തുറക്കുമ്പോഴത്തേക്കും വിലങ്ങ് അൺലോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ ആ ഫോൺ എടുത്ത് ബെഡിലേക്ക് ഇടും. അപ്പോ എമി നടന്ന ആ ബെഡിന്റെ അടുത്തേക്ക് വന്ന് ഫോൺ അങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് അവളുടെ അച്ഛന്റെ നമ്പറിലേക്ക് വിളിക്കാണ്. അപ്പൊ കോളും പോകുന്നുണ്ട്. ഈ സൈക്കോ എന്ത് വിചാരിച്ചാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവൾ അവളുടെ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛൻ ഇതുപോലെ ഞാൻ ഒരിടത്ത് പെട്ടിരിക്കുകയാണ്, ഞാൻ ഉടനെ തന്നെ രക്ഷപ്പെട്ട് വരും എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ആ സൈക്കോ പുറകിലൂടെ വന്നിട്ട് അവളെ പിടിച്ച് ആ ഒരു കട്ടിലേക്ക് കിടത്തി അവളുടെ മുകളിലേക്ക് കയറിയിരുന്നു. ആ ഫോൺ അവളുടെ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അവളുടെ അച്ഛനെ വിളിച്ചിട്ട് പറയും, ഓക്കെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്, എന്നിരുന്നാലും അവളെ വെറുതെ ഇവിടെ നിന്ന് വിടാൻ കഴിയത്തില്ല, നിങ്ങൾ എനിക്ക് ഇത്ര രൂപ കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾ ജീവനോടെ നിങ്ങൾക്ക് കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ശരീരമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആ ഒരു കോൾ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ അതിൽ കാണിക്കാണ്. അതിലെ മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച അയാൾ അന്വേഷിച്ച ഒരു കേസിനെ പറ്റി പറയുന്നു. എന്താന്ന് വെച്ചാല് 3 ആണുങ്ങളുടെ ശരീരം പലയിടങ്ങളിൽ നിന്ന് അയാൾക്ക് കിട്ടി. ഒന്ന് ഒരു പുഴയിൽ നിന്നും, രണ്ടാമത്തേത് ഒരു കാടിനുള്ളിൽ നിന്നും, മൂന്നാമത്തേത് ഒരു വേസ്റ്റ് ബോക്സിൽ നിന്നും. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും ആണുങ്ങളുടെ ശരീരങ്ങൾ കിട്ടാൻ തുടങ്ങി. അതുമല്ല ഇതിനെപ്പറ്റി അന്വേഷിച്ചു പോകുമ്പോൾ അഭിനയിക്കാൻ വേണ്ടി ഓഡിഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആണുങ്ങളുണ്ട്, അവരെല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരാളാണ് ഇവരെല്ലാവരെയും കൊല്ലുന്നത് എന്നുള്ള കാര്യം ഇവർ കണ്ടുപിടിക്കും. അതുമല്ല ആ കൊലയാളി ഒരു ഗേ ആണ്, അതുകൊണ്ട് തന്നെ അത്തരം ആണുങ്ങളെ കൊണ്ടുപോയിട്ടാണ് അവൻ കൊല്ലുന്നത്. അങ്ങനെ അവരെ പ്രലോഭിപ്പിച്ച് അവസാനം ഒരു കാടിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാണ് കൂടുതലായിട്ടും ആളുകളെ കൊല്ലുന്നത്. അങ്ങനെ ആളെ ഇവർക്ക് മനസ്സിലായി. പക്ഷേ മതിയായിട്ടുള്ള തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ നേരിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാവും. അതിനുവേണ്ടി മാക്സ്വെൽ അവൻ അന്വേഷിക്കുന്ന ഒരാളായിട്ട് തന്നെ മാറി അയാളുടെ ഓഡിഷനിൽ പോയി പങ്കെടുക്കും. അങ്ങനെ ആ ഒരു ഓഡിഷനിൽ സെലക്ട് ആയിട്ട് അവനിപ്പോൾ ഓരോ ആണുങ്ങളായിട്ട് തിരഞ്ഞെടുക്കുമല്ലോ, അതിൽ മാക്സ്വെല്ലിനെയാണ് ആ സൈക്കോ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ മാക്സ്വെല്ലിനെ വിളിച്ചിട്ട് അവൻ നേരെ കാടിനകത്തേക്ക് കൊണ്ടുപോകും. കാടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അവന്റെ 2 കൈയും ഒരു മരത്തിലേക്ക് ഇങ്ങനെ ചാരി നിർത്തി പുറകിൽ വിലങ്ങിട്ട് വയ്ക്കും. അപ്പോൾ അനങ്ങാൻ കഴിയത്തില്ല. എന്നിട്ട് അവന്റെ ഷർട്ട് ഊരുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് മറ്റൊരു കാര്യം, മാക്സ്വെല് ആൾറെഡി ഒരു 3 സ്നൈപ്പർമാരെ പല ഭാഗങ്ങളിലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കറക്റ്റ് സമയത്തിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. മാക്സ്വെല്ലും അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആ സൈക്കോ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് ചെയ്യുന്നതിന്റെ അളവ് കുറച്ച് കൂടുതലാവും. അപ്പോഴേക്കും മാക്സ്വെല് ബാക്കിയുള്ള എല്ലാവരോടും ഇങ്ങനെ പറയുന്ന രീതിയിൽ, ബാക്കി എല്ലാവർക്കും സിഗ്നൽ കൊടുക്കുന്ന രീതിയിൽ ഓക്കെ കുറച്ചുകൂടി എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണ് മറ്റൊരു കാര്യം, ആ ഒരു സ്നൈപ്പർമാരാണെങ്കിലോ അതിലൊരാള് ഇതിനിടയിൽ തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരാളാണെങ്കിൽ ബാത്റൂമിൽ പോയി, മറ്റൊരുത്തരാണെങ്കിലോ അവിടെ ഒരു ആണും പെണ്ണും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പിറകെ പോയിട്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ നിൽക്കുന്നു. നല്ല സ്നൈപ്പർമാരെ. അങ്ങനെ അവസാനം ഈ സൈക്കോ ഒരു കത്തിയെടുത്ത് കയ്യിലേക്ക് പിടിക്കുന്നതും ഇപ്പോൾ മാക്സ്വെല്ലിന് മനസ്സിലായി ഇനിയും മടങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ലാന്ന്. അങ്ങനെ സൈക്കോ ഇവനെ കൊല്ലാനായിട്ട് വരുന്ന സമയത്താണ്. അതുമല്ല ഈ സൈക്കോ ആണെങ്കിൽ കൊല്ലുന്നതിന് മുന്നേ ആണുങ്ങളുടെ എല്ലാവരുടെയും വിരല് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ മാക്സ്വെല്ലിന്റെ വിരല് കട്ട് ചെയ്യാനായിട്ട് വരുന്നതും മാക്സ്വെല് പറയും എനിക്കൊരു ഉമ്മ വേണമെന്ന് പറയും. അത് കേൾക്കുന്ന സൈക്കോ ഓക്കെ അവന് ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്നതും തല കൊണ്ടുവന്ന് സൈക്കോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി, സൈക്കോ നേരെ താഴെ വീഴും. അപ്പോഴാണ് മാക്സ്വെല് എല്ലാവരും പെട്ടെന്ന് വന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള സ്നൈപ്പർമാരുണ്ടല്ലോ അതേപോലെ തന്നെ ഒളിച്ചിരുന്ന പോലീസുകാർ എല്ലാവരും ഓടി അവിടേക്ക് വന്നിട്ട് ആ സൈക്കോയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് കേസ് പോലെയുള്ള കാര്യമായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും മാക്സ്വെല്ലിനെ നല്ലതുപോലെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പറയും നിങ്ങൾക്ക് ഒരു കേസിൽ ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം കൊലയാളിയോട് ഒരു ഉമ്മ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ചുറ്റിന് വരുന്നവനെ കളിയാക്കുന്നുണ്ട്.
അങ്ങനെ ഈ കഥ പറഞ്ഞ് തീരുന്നതും വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ആ സൈക്കോ പറഞ്ഞതുപോലെ തന്നെ എമ്മിയുടെ അച്ഛൻ പണവുമായിട്ട് അവൻ പറഞ്ഞ ആ ഒരു അഡ്രസ്സിലേക്ക് വരികയാണ്. അങ്ങനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പണവും കൊണ്ട് ആ വീടിന് മുന്നിലേക്ക് ചെന്ന് ബെല്ലടിക്കുമ്പോൾ ആരും തുറക്കുന്നില്ല. ആ സമയത്താണ് പുറകിലൂടെ ഒരു നായ്ക്കുട്ടീനെ കൊണ്ട് ഒരുത്തരിങ്ങനെ നടന്നു വരുന്നു. പതിയെ പതിയെ നടന്ന് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ തൊടുന്നതും അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് തോക്കെടുത്ത് കാണിക്കുമ്പോൾ അപ്പോൾ എമിയുടെ അച്ഛൻ അത് മാക്സ്വെൽ ആയിരുന്നു. അപ്പോൾ എമിയുടെ യഥാർത്ഥ അച്ഛൻ മാക്സ്വെൽ ആണ്. എന്നിട്ട് മാക്സ്വെൽ അവനോട് ചോദിക്കും, എന്റെ മകളെവിടെ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഹേയ് സാർ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇതുവഴി വന്നപ്പോൾ ഈ വീടിന് മുന്നിൽ നിങ്ങളെ കണ്ടതുകൊണ്ട് വീട്ടിൽ ആരുമില്ല എന്ന് പറയാൻ വന്നതാണ്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ മാക്സ്വെല് പിന്നെ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്തെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മാക്സ്വെല്, ഓക്കെ സോറി, ഞാൻ വിചാരിച്ചു എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ആളാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പെരുമാറിയത്. ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. സോറി സാർ, നിങ്ങളുടെ മകളെ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് മാക്സ്വെൽ ഇപ്പോൾ ആ ബാഗ് എടുത്ത് നടന്ന് തിരിച്ച് കാറിനടുത്തേക്ക് വരും. എന്നിട്ട് ഡോർ തുറന്ന് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇയാൾ പുറകെ വന്നിട്ട്, സാർ നിങ്ങളുടെ മകളെ എന്തായാലും കിട്ടും എന്നും പറഞ്ഞ് പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ഷോ കൊടുക്കുന്ന മെഷീൻ എടുത്ത് ഒരൊറ്റ കുത്ത്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ തന്നെയാണ് ആ സൈക്കോ. അങ്ങനെ മാക്സ്വെലിനെ തള്ളി ആ ഒരു കാറിനകത്തേക്ക് ഇട്ടിട്ട് ആ നായ്ക്കുട്ടിയുടെ കഴുത്തിലുള്ള ബെൽറ്റ് അത് ഊരി അങ്ങ് വിടും, അതങ്ങ് ഓടിപ്പോവും. എന്നിട്ട് ഈ കാറും എടുത്ത് അവൻ എവിടേക്ക് പോവാണ്. അതേസമയം ഇവിടെ നമ്മൾ ജീറ്ററിനെ കാണിക്കുമ്പോൾ ജീറ്റർ ആ ഒരു ഭിത്തിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ. ഇപ്പൊ അവൻ പതിയെ വേദന സഹിച്ചിട്ടായാലും അവന്റെ കൈ വലിച്ചങ്ങിളക്കും, അതേപോലെ തന്നെ ഒരു സൈഡിലെ കാലും. ഇനിയിപ്പോ അടുത്ത സൈഡിലെ കാലും കൈ ഒട്ടിയിരിക്കുകയാണ്. അത് ഇളക്കണമെന്നുണ്ടെങ്കിൽ നല്ല വേദനയുണ്ട്. അപ്പോഴാണ് മുകളിലൂടെ ഒരു പൈപ്പ് പോകുന്നത് അവൻ കാണുന്നത്. അതിലൂടെ വെള്ളവും പോകുന്നുണ്ട്. പെട്ടെന്ന് ഇളക്കിയ കാലുണ്ടല്ലോ, അത് വെച്ച് ഈ പൈപ്പ് ചവിട്ടി 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 അതങ്ങ് പൊട്ടിക്കുമ്പോഴത്തേക്കും വെള്ളം അവന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ഈ പശ പെട്ടെന്ന് ഇളകുകയും ചെയ്യും. അതുപോലെ അതിനിടയിൽ ആ പൈപ്പ് ഊരി അവന്റെ തലയിലേക്ക് വന്ന് ഒരു ഒറ്റയടി. അപ്പോഴും അവന്റെ ബോധം പോയി. സത്യം പറയല്ലോ, ഒരു മണ്ടൻ ഹീറോ ആയിട്ടാണ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും കണ്ണു തുറന്നിട്ട് ഇപ്പൊ അവൻ പൂർണ്ണമായിട്ട് താഴേക്ക് വന്ന് വീണു. അങ്ങനെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇരുമ്പ് ഡോർ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അവനെ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ഒരു ചുമരുണ്ടല്ലോ, അതത്ര സ്ട്രോങ് ആയിട്ടുള്ളതല്ല, കുറച്ച് പഴക്കം ചെന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കസേര എടുത്ത് ആ ചുമരിലേക്ക് 2-3 ഇടി ഇടിച്ചിടിച്ച് ആ ചുമരങ്ങ് തകർക്കും. കാരണം അപ്പുറത്തെ സൈഡിൽ എമിയുണ്ട്. അങ്ങനെ ആ ഒരു കട്ടയെല്ലാം മാറ്റി അവൻ അപ്പുറത്തേക്ക് ചെന്ന് ആദ്യം തന്നെ എമിയെ പിടിക്കും. അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും മുകളിൽ ആ ഒരു സൈക്കോ വന്നു. ഈ ശബ്ദം കേട്ട് ജീറ്റർ എമിയോട് പറയും, ഓക്കെ നീ ഇവിടെ തന്നെ നിൽക്ക്, അതുപോലെ ആ ഒരു കട്ടിലിനടിയിലേക്ക് പോയി ഒളിച്ചു നിന്നോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് അവനും പുറകിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ സൈക്കോയെ കാണിക്കുമ്പോഴത്തേക്കാണ് മാക്സ്വെൽ ഉണ്ടല്ലോ, അവന്റെ വായെല്ലാം കെട്ടി അവനെ ഇപ്പോൾ അവന്റെ വീട്ടിലെ ആ കസേരയിൽ കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് ഈ CCTVയിലൂടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ജീറ്റർ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം സൈക്കോയ്ക്ക് മനസ്സിലായി. അപ്പോൾ സൈക്കോ മാക്സ്വെലിനോട് പറയും, നീ ഇവിടെ നിന്ന് അനങ്ങി കഴിഞ്ഞാൽ നിന്നെ എന്തായാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീറ്ററിനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതുപോലെ അവന്റെ കയ്യിലൊരു തോക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ നടന്ന് നമ്മുടെ എമിയുടെ പേര് വിളിച്ചിട്ട് നേരെ എമി നിൽക്കുന്ന ആ ഒരു റൂമിലേക്ക് കയറി വരും. അപ്പൊ എമിയാണെങ്കിലോ അവിടെ ആ കട്ടിലിനടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ നമ്മുടെ ജീറ്റർ വന്ന് ആ തോക്കങ്ങ് ചവിട്ടിക്കളയും. എന്നിട്ട് ഈ സൈക്കോയെ തള്ളി ആ സൈഡിലേക്കിട്ട് ഈ തോക്കങ്ങ് എടുത്ത് ഒന്നും ആലോചിക്കത്തില്ല, പെട്ടെന്ന് 2-3 തവണ സൈക്കോയെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എമി പറയുന്നുണ്ട്, ഇല്ല വേണ്ട ചെയ്യരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിനു മുന്നേ തന്നെ സൈക്കോയെ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നു. പക്ഷെ അവിടെയാണ് ഒരു 1-1.5 ട്വിസ്റ്റ്. സത്യത്തിൽ ഇവിടേക്ക് വന്നത് സൈക്കോ ആയിരുന്നില്ല. സൈക്കോ അവിടെ സൈഡിൽ തന്നെ മാറി നിൽപ്പുണ്ട്. ഇപ്പോൾ സൈക്കോ കൈ അടിച്ചിട്ട് അകത്തേക്ക് കയറി വന്ന് ആ മരിച്ചിടക്കുന്ന ആളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ മുഖംമൂടി ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും അത് നമ്മുടെ എമിയുടെ അച്ഛൻ മാക്സ്വെൽ ആയിരുന്നു. അവന്റെ വായ മൂടി വെച്ചിട്ടാണ് അവനെ ഈ തോക്കും കയ്യിൽ കൊടുത്ത് അകത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇതറിയാതെ നമ്മുടെ ജീറ്റർ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും കൂടി ചെയ്തു. അങ്ങനെ ഇത് കാരണം ജീറ്റർ പെട്ടെന്ന് ദേഷ്യം വന്ന് ഓടി നമ്മുടെ സൈക്കോയെ ഇടിക്കാൻ വരുമ്പോൾ സൈക്കോ ഒരു ഒറ്റയിടി ജീറ്ററിന്റെ ബോധം പിന്നെയും പോയിട്ട് അവൻ താഴെ വന്ന് വീഴും. അങ്ങനെ ജീറ്ററിന്റെ ബോധം പോയിട്ട് അവൻ താഴെ വന്ന് വീഴുന്നു. ഇതുകൂടി കണ്ട് എമി നല്ലതുപോലെ കരയുന്നതും ഇപ്പൊ ആ സൈക്കോ പതി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിക്കുന്നതും അവളുടെ കയ്യില് ഒരു മൂർച്ചയുള്ള തടി ഉണ്ടായിരുന്നു. അതെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പോൾ ജീറ്ററിന് ബോധമില്ലല്ലോ. ജീറ്റർ അപ്പോൾ ഉള്ളിൽ ആലോചിക്കാണ്, ഇതുപോലെ 3 തവണയാണ് അറിയാതെ എന്റെ തോക്ക് ഫയർ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് അവനൊരു ബാത്റൂമിലേക്ക് പോയിരിക്കുമ്പോഴത്തേക്കും അറിയാതെ തോക്കിന്റെ ട്രിഗറിൽ കൈ കൊണ്ടിട്ട് ഫയറായി. അതൊന്നാമത്തെ തവണ. രണ്ടാമത്തെ തവണ അവർ റോഡിൽ ഈ കാറുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഒരു ലേഡി ഒരു കാറുകാരൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ച് അകത്തേക്ക് തലയിടുമ്പോൾ അയാളെ കാർ നല്ല വേഗതയിൽ കൊണ്ടുപോയി. അങ്ങനെ പെട്ടെന്ന് തോക്കെടുത്ത് താഴേക്ക് അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് ഫയർ ആയത് ഈ കണ്ടെയ്നറുകളെല്ലാം ഉള്ള സ്ഥലത്ത് ആരോ ഒരാൾ എന്തോ ഒരു പരാതി പറയാനായിട്ട് വിളിച്ചു.
അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അയാളുടെ പരാതി പ്രകാരം ഒരു വലിയ കണ്ടെയ്നർ മുകളിലേക്ക് കയറും. അങ്ങനെ ആ കണ്ടെയ്നർ മുകളിലൂടെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്കൊരു വയറെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം തുറന്ന് ഈ കണ്ടെയ്നറിന്റെ അകത്തേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ അകത്തുകൂടി നടന്നു പോകുമ്പോഴത്തേക്കും ആ കണ്ടെയ്നറിനകത്ത് എന്തോ ഒരു സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ എന്തിലേക്കോ തട്ടിയാണ് അവൻ ഉള്ളിലേക്ക് പോകുന്നത്. അവസാനം നടന്ന് ഒരു ലാപ്ടോപ്പിനടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് ആ ലാപ്ടോപ്പ് തുറന്നു നോക്കുമ്പോൾ ആ ലാപ്ടോപ്പിൽ ഒരുപാട് ആളുകളെ കൊടൂരായിട്ട് കൊന്നിട്ടുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതും അവരെല്ലാവരെയും കെട്ടിത്തൂക്കി എവിടേക്ക് കൊണ്ടുപോകാൻ വെക്കുന്നത് പോലെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരും ഒരാൾ ഈ കണ്ടെയ്നറിനകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇത് കാരണം ജീറ്റർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ അകത്തേക്ക് വന്ന് ലൈറ്റിങ്ങിനെ ഓൺ ചെയ്യുന്നതും. സത്യം പറയില്ല, ആ ലാപ്ടോപ്പിൽ കൊന്ന ആളുകളുടെ വീഡിയോസ് എല്ലാം കണ്ടിരുന്നല്ലോ, അവരെല്ലാവരെയും ഇതിനകത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അതുമല്ല, ആ ഒരാൾ അകത്തേക്ക് കയറി വരുമ്പോൾ ജീറ്റർ പെട്ടെന്ന് പേടിച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അയാൾ മരിച്ച് താഴെ വീഴുന്നു. അതോടെ ഈ തെറ്റുകളെല്ലാം ചെയ്തത് അയാളാണെന്നും ജീറ്റർ കണ്ടുപിടിക്കും. അന്ന് അവനൊരു ഹീറോ ആയിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇങ്ങനെയാണ് അവൻ 3 തവണ ഈ തോക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലൊരു നിരപരാധിയും മരണപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ താൻ അറിഞ്ഞോ അറിയാതെയോ ഒരു നിരപരാധിയെ കൊല്ലുകയും ചെയ്തു. അത് വേറെ ആരുമല്ല, മാക്സ്വെല്, എമിയുടെ അച്ഛൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനെ ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ്, 2 കൈകളും വിലങ്ങിട്ടിട്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് ആരും ഉള്ളിലേക്ക് വരുന്നു. അത് വേറെ ആരുമല്ല, കാലബ്. ആ പോലീസുകാരുണ്ടല്ലോ മെയിനായിട്ടുള്ള അയാൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അകത്തേക്ക് വന്ന് നമ്മുടെ ജീറ്ററിനെ രക്ഷിക്കാൻ പോകുന്നു. അപ്പോഴാണ് അയാൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ ഒന്നുമല്ല, ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവരുടെ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ആ കോൾ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും മറുപടി ആരും പറഞ്ഞിരുന്നില്ല. പക്ഷെ കോൾ കട്ടാവാതെ കുറേ നേരം തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലാരോ കരയുന്നൊരു ശബ്ദം കേട്ടു. അങ്ങനെ ആ പോലീസുകാർ തിരിച്ച് പ്രതികരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു കോൾ കട്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സംശയം കാരണമാണ് അവർ ആ ഒരു കോൾ വന്ന സ്ഥലം എവിടെയാണെന്ന് ട്രേസ് ചെയ്തിട്ട് ആ അഡ്രസ്സ് നമ്മുടെ കാലബിന് കൊടുത്തത്. അതനുസരിച്ച് കാലബ് ഇവിടേക്ക് വരുമ്പോൾ ആ ഫോൺ വന്നിട്ടുള്ളതേ ഈ സൈക്കോയുടെ വീട്ടിൽ നിന്നാണ്. അങ്ങനെ സൈക്കോയുടെ വീട്ടിലേക്ക് വരുമ്പോൾ സൈക്കോ ഡോർ വന്നിട്ട് അല്ല ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഒരു കേസിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കാൻ വന്നതാണ്, അപ്പോൾ ഇവിടേക്കും വന്ന് നോക്കാമെന്ന് വിചാരിച്ചു, അല്ല ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ പറയും അല്ല നിങ്ങൾക്ക് വാറന്റ് ഉണ്ടോ? അപ്പോൾ കാലബ് ചോദിക്കും എന്തിനാ ഒരു വാറന്റ് വേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സൈക്കോ പറയും ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അകത്തേക്ക് വരാൻ പറയുന്നത്. കാലബ് ഇപ്പോൾ അകത്തേക്ക് വന്ന് വെറുതെ ഒന്ന് പരിശോധിക്കാൻ കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആ ഒരു സ്റ്റേഷനിലേക്ക് കോൾ വന്നല്ലോ. ആ കാര്യം ഈ സൈക്കോയോട് പറയും. അതേപോലെ എൻ്റെ ഒരു സുഹൃത്ത് ജീറ്റർ, അവനും ഈ കേസിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് അന്വേഷിക്കാൻ വന്നിരുന്നു. ഇതേ സ്ഥലത്ത് വെച്ച് അവനെ കാണാതായി. കൂടാതെ മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സുഹൃത്ത്, അയാളെയും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് കാണാതായിട്ടുള്ളത്. അയാളുടെ കാർ വെളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നിൽക്കുന്നതും ഈ സൈക്കോ പുറകിലൂടെ ആ ഷോക്ക് അടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് കൊണ്ട് കാലബിനെ കുത്താനായിട്ട് വരുന്നതും കാലബ് പെട്ടെന്ന് തിരിഞ്ഞ് ഈ സൈക്കോ ഒരു ഒറ്റ ഇടി കൊണ്ട് സൈക്കോ താഴെ വീഴുന്നതും ഇപ്പോൾ എഴുന്നേറ്റ് കാലബിന്റെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ കാലബ് അവന്റെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യും. അങ്ങനെ സൈക്കോ താഴെ വീഴും. അതിനുശേഷമാണ് നമ്മുടെ കാലബ് ഇപ്പോൾ ഈ ബേസ്മെന്റ് കണ്ടുപിടിച്ച് താഴേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ജീറ്ററിനോട് പറഞ്ഞിട്ട് അവൻ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് കോൾ പോകുന്നില്ല. അപ്പോൾ ജീറ്റർ ചോദിക്കും അല്ല സാർ നിങ്ങൾ അകത്തേക്ക് വരുമ്പോൾ അവൻ മരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കാലബ് പറയും ഇല്ല അവൻ മരിച്ചില്ല, അവനെ ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്ത് നമ്മുടെ സാധാരണ കൈവിലങ്ങ് വെച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നതും അവൻ അതേന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാലബിന്റെ തലയിലൂടെ ഒരു ബുള്ളറ്റ് കയറിറങ്ങുന്നു. വേറൊന്നുമല്ല, ആ സൈക്കോ ആ വിലങ്ങ് കഴിച്ചിട്ടാണ് വെളിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് കാലബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് ജീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ട് ജീറ്ററിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വരുമ്പോൾ ജീറ്റർ പറയുന്നുണ്ട് അതെ നീ അത് തന്നെ ചെയ്യാൻ പറയുമ്പോൾ ആ സൈക്കോ അവനെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് തന്നെ നടന്നു പോവാണ്. അവൻ ആ ഒരു പരിക്ക് നല്ലതുപോലെ തന്നെയുണ്ട്. അപ്പോഴാണ് ജീറ്റർ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. ഇവരെല്ലാവരും ചുറ്റിണ്ടിരിക്കുന്നു, ജീറ്റർ അതേപോലെ തന്നെ ആ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ അനുഭവങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ജീറ്ററിനോട് പറഞ്ഞിട്ടും ജീറ്ററിന് എത്ര അവസരം കിട്ടിയിട്ടും അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആ കാര്യം അവൻ അവരോട് പറയും എന്നെ കൊണ്ടത് കഴിഞ്ഞില്ല, എന്നെ കൊണ്ടത് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഇവരവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഓരോരുത്തരായിട്ട് പറയും ആ സൈക്കോ നിന്നെ അന്വേഷിച്ച് വരണം, ആ സൈക്കോ നിന്നെ അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലാൻ ചെയ്ത് നിന്നെ തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന് നിന്നെയാണ് ആവശ്യം. അതിനെന്തോ ഒരു കാരണമുണ്ട്, അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ ശ്രമിക്കണം, ഒരിക്കലും പിന്മാറിപ്പോകരുത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും. എന്തിനായിരിക്കും ആ സൈക്കോ നിന്നെ തട്ടിക്കൊണ്ട് പോയത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും നിനക്ക് കിട്ടും, വെറുതെ എന്തായാലും നിന്റെ പുറകെ അവൻ വരത്തില്ല എന്നല്ലേ ഇവരിങ്ങനെ പറയുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ കയറിയിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ അത് കണ്ടുപിടിക്കുന്നു എന്താണ് കാരണമെന്ന്. അതെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന്റെ ആ ഒരു മെന്റർ എന്നുവെച്ചാൽ നമ്മുടെ സൈക്കോയ്ക്ക് ഒരു ആശാനുണ്ടല്ലോ അവനെ പറ്റിയാണ് പറയുന്നത്. കാരണം അന്ന് ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ
അതിനകത്തേക്ക് കയറിയിട്ട് ഇവൻ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. സത്യത്തിൽ നമ്മുടെ ഹീറോ അന്ന് ഷൂട്ട് ചെയ്ത് കൊന്നത് വേറെ ആരുമല്ല, ഈ സൈക്കോയുടെ ആശാനെയാണ്. അങ്ങനെ തന്റെ ആശാനെ കൊന്നത് കൊണ്ടാണ് നമ്മുടെ ഹീറോയെ ഈ സൈക്കോ ഫോളോ ചെയ്ത് ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയ ഹീറോ അടുത്ത് കിടക്കുന്ന കാലബിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഈ വിലം കഴിക്കാനുള്ള കീ ഉണ്ട്. അത് കാലുകൊണ്ട് പതിയെ എത്തി എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് ഷൂവിന്റെ മുകളിലേക്ക് കയറ്റിട്ട് പൊക്കി അവന്റെ കയ്യിലേക്കിടും. അത് കഴിഞ്ഞ് കൈ വെച്ചിട്ട് ഈ വിലങ്ങ് ഒരെണ്ണം കഴിക്കാണ്. അപ്പോഴേക്കും ഈ സൈക്കോ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ജീറ്റർ അനങ്ങാതെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെ സൈക്കോ അകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയെ കുറച്ചു നേരം നോക്കി കാലബിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് അവിടെ താഴെ ഇരിക്കുന്നതും ഹീറോ ഇപ്പോ കണ്ണു തുറന്നിട്ട് പതിയെ ആ അഴിച്ച കൈ ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് സൈക്കോയെ അങ്ങനെ പിടിച്ചിട്ട് ആ വിലങ്ങ് വെച്ച് അവന്റെ കഴുത്തിൽ ചുറ്റി കുറെ നേരം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കും. അത് കാരണം സൈക്കോ പതിയെ അവന്റെ ബോധം നഷ്ടപ്പെട്ട് അവനിപ്പോ മയങ്ങി വീഴുന്നതും ജീറ്റർ അവന്റെ രണ്ടാമത്തെ കയ്യിലെ വിലങ്ങു അഴിച്ച് ഈ സൈക്കോയെ നേരെ പിടിച്ച് ജീറ്ററിനെ എങ്ങനെയാണോ കെട്ടിയിട്ടത് അതേപോലെ തന്നെ അവിടെ കെട്ടിയിടും. എന്നിട്ട് നമ്മുടെ സൈക്കോയെ 2-3 ഇടി ഇടിച്ച് സൈക്കോയ്ക്ക് ബോധം വരുമ്പോഴത്തേക്കും ഇനി പറ എന്തിനാ നീ എന്നെ കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സൈക്കോ പറയുന്നത്, അതെ നീ എന്റെ മെന്ററിനെ കൊന്നതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ച് നല്ലതുപോലെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല എന്നെ പഠിപ്പിച്ച എന്റെ ആശാൻ അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കാര്യം ചെയ്ത ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്, അതും അദ്ദേഹത്തിന് സന്തോഷമാവാൻ വേണ്ടി. പക്ഷേ നീ അത് തകർത്തു, അദ്ദേഹത്തെ കൊന്നു. അതുകൊണ്ട് എനിക്ക് എന്താ സംഭവിച്ചെന്നറിയോ? അതിനുശേഷം എനിക്ക് ആരെയും കൊല്ലാൻ കഴിഞ്ഞില്ല. അതിനെല്ലാം കാരണം നീയാണ്. അങ്ങനെ എന്റെ ജീവിതം തന്നെ ആദ്യം മുതൽ എനിക്ക് തുടങ്ങേണ്ടി വന്നു. ഒരു വല്ലാത്ത മാനസികാവസ്ഥ. ഒരു സൈക്കോയാണ് ഇതുപോലെയുള്ള മാനസികാവസ്ഥയെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവൻ എന്തോ നല്ല കാര്യം ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇത് കേൾക്കുന്ന ജീറ്ററിന് നല്ല ദേഷ്യം വന്നിട്ട് അവനെ ഒരു 2-3 ഇടി കൊള്ളുന്നത് സൈക്കോയുടെ ബോധം പോയി. അത് കഴിഞ്ഞ് ജീറ്റർ നേരെ എമി കിടക്കുന്ന മുറിയിലേക്ക് വന്നിട്ട് അവൾക്കിപ്പോൾ ബോധമില്ല. കാരണം അവളുടെ ദേഹത്ത് 1-2 മരുന്നുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് അവളെയും പൊക്കിയെടുത്ത് ജീറ്റർ നേരെ വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴാണ് ആ റൂമില് CCTV ഉണ്ടല്ലോ അതിലെല്ലാം കാണുന്നത് നമ്മുടെ ജീറ്റർ ആ പോലീസുകാരെ എല്ലാവരെയും കൊല്ലുന്നത് പോലെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ജീറ്റർ ചെയ്തതുപോലെ. അങ്ങനെ ജീറ്റർ അവളെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ പോലീസുകാരെല്ലാം വെളിയിൽ വന്നിട്ട് നമ്മുടെ ജീറ്ററിന്റെ നേരെ തോക്ക് ചൂണ്ടി ആ പെൺകുട്ടിയെ താഴെ ഇടാൻ പറയും. ഇപ്പൊ അവർ വിചാരിക്കുന്നത് ജീറ്ററാണെല്ലാം ചെയ്തെന്നാണ്. അതുപോലെ ജീറ്ററിന്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു, അവൻ അകത്ത് നിന്ന് എടുത്തതാണ്. ഈ തോക്ക് കാണുമ്പോൾ പോലീസുകാർ പറയും ആ തോക്ക് താഴെ ഇടാൻ പറയുമ്പോൾ ജീറ്റർ അത് താഴെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ താഴെ വീഴുന്നില്ല. വേറൊന്നുമല്ല, ആ സൈക്കോ ആ തോക്കില് ഒരു പശ തേച്ചു വെച്ചു. അതുകൊണ്ടാണ് ജീറ്റർ അത് കളയാൻ നോക്കുമ്പോൾ അത് പോവാത്തത്. ഇത് കാണുന്ന പോലീസുകാർ വിചാരിക്കും ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീറ്ററിനെ ഷൂട്ട് ചെയ്യും. ജീറ്റർ നേരെ താഴെ വന്ന് വീഴും. അപ്പോൾ ഈ സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീറ്റർ ഇപ്പോൾ ജയിലിലിരുന്നിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള ലേഡിയോട് പറഞ്ഞു കൊടുക്കാണ് അവന്റെ ഈ കഥ മുഴുവനായിട്ടും. അപ്പൊ അവര് ചോദിക്കും, അല്ല നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ആ സൈക്കോ കൊലയാളിയെ കണ്ടുപിടിച്ചോ ചോദിക്കുമ്പോൾ ജീറ്റർ പറയും ഇല്ല, പോലീസ് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ സൈക്കോ കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അപ്പോൾ എമി അവിടെ ഒരു 3 മാസമായിട്ട് കോമയിലാണ്. അവൾ എഴുന്നേറ്റാൽ മാത്രമേ ഇനി എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും ഈ പോലീസുകാർ വന്നിട്ട് നമ്മുടെ ജീറ്ററിന്റെ സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് അവനെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എമി എങ്ങനെയോ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീറ്റർ കുറ്റവാളിയല്ല എന്ന് മനസ്സിലാക്കി അവനെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പൊ പുറത്തു വന്ന ജീറ്റർ ആണെങ്കിലോ ഈ കൊലയാളിയെ പിന്തുടർന്ന് പോകാനായിട്ട് തീരുമാനം എടുക്കാണ്. കാരണം അവന് വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല, അവൻ ഇനിയും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഇനിയും നടത്തും. അങ്ങനെ ആ അന്വേഷണത്തിലെ ഇവൻ വേദനിപ്പിച്ച പെൺകുട്ടികളുണ്ടല്ലോ അവരെല്ലാവരെയും കണ്ടുപിടിച്ച് അവരിൽ നിന്നും അവൻ എങ്ങനെയുള്ള ഒരാളാണ് എന്നെല്ലാം മനസ്സിലാക്കും. അവന്റെ ആ ഒരു മുഖംമൂടി വെച്ചുള്ള ഫേസ് ഇതെല്ലാം മനസ്സിലാക്കി അടുത്തത് അവനൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൻ താമസിക്കുന്ന വീടിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ പെൺകുട്ടി അവിടെ കെട്ടിയിട്ടേക്കുന്നു. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഹേയ് കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ, അവനിപ്പോ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. അങ്ങനെ അവളെ രക്ഷിക്കുമ്പോഴത്തേക്കാണ് പുറകെ ആ സൈക്കോ അങ്ങനെ വരുന്നു. ജീറ്റർ ഒന്നും ആലോചിക്കത്തില്ല, പെട്ടെന്ന് താഴേക്ക് വീണ് 2-3 തവണ അങ്ങ് ഷൂട്ട് ചെയ്യുന്നതും കൊലയാളി താഴെ വീഴും. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ജീറ്റർ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കയ്യിൽ തോക്ക് ഇപ്പോഴും തന്നെയുണ്ട്, അത് ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇപ്പോ ജീറ്റർ വീണ്ടും ആ ഒരു പഴയ പോലീസുകാരുണ്ടല്ലോ ആ ജീവനോടുള്ള പോലീസുകാരെ അവരോടൊപ്പം ഇരിക്കുന്നു. അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പൊ പുതിയൊരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. അപ്പോ ജീറ്റർ തന്റെ കഥ ഈ പഴയ പോലീസുകാരോടൊപ്പം പുതുതായിട്ട് വന്നല്ലോ അവന് പറഞ്ഞു കൊടുക്കാണ്. തന്റെ ജീവിതത്തിലും ഇതുപോലുള്ള കേസുകളെല്ലാം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പുതിയ പോലീസുകാരൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കഥയിലൊരു ടെസ്റ്റ് ഉണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്കും ജീറ്റർ ഒരിക്കലും ആ സൈക്കോ കൊലയാളിയെ കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് അവൻ ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടത് ആ കൊലയാളി പഴയതുപോലെ സെറ്റ് ചെയ്ത് വെച്ചൊരു പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് ആ കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ള യാത്ര അവൻ ഇനിയും തുടരുമെന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരെയും ബൈ.